ഹായ്, ഞാൻ അദീഫ്. നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ മാറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഫോണിലുള്ള ഡാറ്റാസ് എല്ലാം നമ്മൾ കോപ്പി ചെയ്യും. നമ്മൾ ഫോട്ടോസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഡൗട്ടും ഉണ്ടാവാറില്ല. പക്ഷേ കോണ്ടാക്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മളെ ഫോണിൽ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടാവും. അതൊക്കെ ഒന്നൊന്നായിട്ട് നമുക്ക് കോപ്പി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ആളുകൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയാം. പക്ഷേ പല ആളുകൾക്കും എങ്ങനെയാണ് കോണ്ടാക്റ്റ് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ പഴയ ഫോണിലുള്ള കോണ്ടാക്റ്റ് എങ്ങനെ പുതിയ ഫോണിലോട്ട് നമുക്ക് മാറ്റാം എന്നുള്ളത് ആർക്കും അങ്ങനെ അറിയാറില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് കൂടിയിട്ട് കോണ്ടാക്ട്സ് നമുക്ക് ഈസി ആയിട്ട് ബാക്കപ്പ് ചെയ്ത് വേറെ ഫോണിലോട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വേണ്ടിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. കോണ്ടാക്ട്സ് നമ്മുടെ ഫോണിൽ ബാക്കപ്പ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺസാണ്. ആൻഡ്രോയിഡ് ഫോൺസിൽ ഗൂഗിൾ അക്കൗണ്ട് മസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എല്ലാ ഫോണിലും സൈൻ ഇൻ ചെയ്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പാസ്വേഡും നമുക്ക് ഓർക്കാറില്ല. പക്ഷേ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഫോർവേഡ് ചെയ്ത് അതിൻ്റെ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം എളുപ്പമാണ്. ആദ്യം സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയതിനു ശേഷം അക്കൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ കയറിയതിനു ശേഷം ഗൂഗിൾ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും. ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കോൺടാക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് സിങ്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്ട്സ് എല്ലാം ഗൂഗിൾ അക്കൗണ്ട് വഴി സിങ്ക് ആവുന്നതാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നത് വഴി. സപ്പോസ് നിങ്ങളുടെ പഴയ ഫോൺ ഒഴിവാക്കിയിട്ട് പുതിയ ഫോണിലോട്ട് മാറുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് പുതിയ ഫോണിൽ സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഇതേപോലെ സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടിലുള്ള കോൺടാക്ട്സ് എല്ലാം നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നതാണ്. ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺടാക്ട്സ് എല്ലാം നമ്മുടെ സ്റ്റോറേജിലോട്ട്, അതായത് മെമ്മറി കാർഡിലോട്ടോ അല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജിലോട്ടോ നമുക്കൊരു .vcf ഫോർമാറ്റിലായിട്ട് ഒരു ഫയൽ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ കോൺടാക്ട്സ് എല്ലാം എത്ര കോൺടാക്ട്സ് നമ്മുടെ ഫോണിലുണ്ടോ ആ കോൺടാക്ട്സ് എല്ലാം നമുക്ക് .vcf ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോൺടാക്ട്സ് എന്നുള്ളൊരു ആപ്പ് നമ്മുടെ ഫോണിലുണ്ടാവും. ആ ആപ്പിലോട്ട് പോവുക. അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണും. അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൽ ആ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോറേജിലോട്ട് മാറ്റാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നതാണ്. നമുക്ക് .vcf ഫോർമാറ്റിലായിട്ട് നമ്മുടെ കോൺടാക്ട്സ് എല്ലാം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കോൺടാക്ട്സ് എല്ലാം ഇനി വേറൊരു ഫോണിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഫയൽ നമ്മുടെ പുതിയ ഫോണിലോട്ട് കോപ്പി ചെയ്യുക. അതായത് .vcf ഫോർമാറ്റിലുള്ള ആ ഒരു ഫയൽ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഷെയർ ചെയ്യുന്നത് അതുവഴി ഷെയർ ചെയ്യുക ആ ഒരു പുതിയ ഫോണിൽ. അതിനുശേഷം ഒന്നെങ്കിൽ ഫയൽ മാനേജറിൽ പോയിട്ട് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇമ്പോർട്ട് ആവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്ട്സ് എന്നുള്ള ആപ്പിൽ പോയതിനു ശേഷം സെറ്റിങ്സിൽ പോയതിനു ശേഷം അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, അതിൽ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ കിടക്കുന്ന ഈ ഒരു vcf ഫോർമാറ്റിലുള്ള ഫയൽ നിങ്ങളുടെ കോൺടാക്ട്സിലോട്ട് ഇമ്പോർട്ട് ആവുന്നതാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോൺടാക്ട്സ് എല്ലാം ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.